ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അധികം മുഖവുരയില്ലാതെ തന്നെ ഞങ്ങൾക്ക് വിഷയത്തിലേക്ക് പോവാം അല്ലേ? അതെ. എന്താണ് ഇന്നത്തെ വിഷയം? രക്ഷ പ്രാപിക്കുവാൻ സ്നാനം അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഈസ് ഇമേഴ്ഷൻ എസെൻഷ്യൽ ഫോർ സാൽവേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ലോകത്തിൽ ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്. പലരും പറയും പ്രാർത്ഥിച്ചാൽ മതി, സ്നാനമേൽക്കേണ്ട കാര്യമില്ല, രക്ഷപ്പെടാൻ പ്രാർത്ഥന മാത്രം മതി. പക്ഷെ ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ നമ്മളെ ഒരേ ഒരു കാര്യം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ: രക്ഷ നേടാൻ സ്നാനം വളരെ അത്യാവശ്യമാണ്. അതെ, സ്നാനം വളരെ അത്യാവശ്യമാണ്. അതുപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എവിടെയായിരുന്നത്? യശയ്യാവ് 59 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പിന്നെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലാണ് ദൈവം കേൾക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുവോ? ഇല്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് പറയുമ്പോൾ ദൈവം ഒരിടത്ത് ഞാൻ പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിങ്ങളോട് ക്ഷമിക്കാമെന്ന് പറയില്ല. ഇല്ല, കാരണം ദൈവം അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ദൈവം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു സ്നാനത്തെക്കുറിച്ച് ബൈബിളിലെ എല്ലാ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, വളരെ കുറച്ച് വാക്യങ്ങൾ എടുക്കുന്നുള്ളൂ. കാരണം അത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, അതായത് സത്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് അത്രയും മതി. ഞങ്ങൾ പറയുന്ന വാക്യങ്ങൾ നിങ്ങളും ബൈബിളിൽ തന്നെ പരിശോധിക്കുക. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ പരിശോധിക്കുക. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നിങ്ങളിലേക്ക് സത്യം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇതിലൂടെ പണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ വ്യൂസ് കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വെല്ലുവിളിക്കുകയോ ഒന്നുമല്ല. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന യഥാർത്ഥമായ സത്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അതായത് ഞങ്ങളുടെ സമയം കഴിയുന്നതിന് മുൻപേ നിങ്ങളിലേക്ക് ഈ സത്യങ്ങളെ എത്തിക്കുക. കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മരിക്കാം. ഞങ്ങൾക്ക് വേണമെങ്കിൽ മരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ അവസാനത്തെ ദിവസം. അപ്പോൾ സ്നാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു കാര്യം ഇതുകൊണ്ടാണ്. സ്നാനം ഒരു വ്യക്തിയുടെ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയുന്നു. ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴി അങ്ങനെയാണ്. സ്നാനം പാപികളുടെ, അതായത് ഒരു പാപിയുടെ ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പക്ഷെ അവന്റെ പാപം കഴുകിക്കളയാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു വഴി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:38 നിങ്ങൾക്ക് പോയി പരിശോധിച്ച് നോക്കാം. അതെ, നമ്മുടെ ആ സ്നാനത്തിലൂടെയാണ് ദൈവവും ആ പാപവും തമ്മിലുള്ള മതിൽ നീക്കപ്പെടുന്നത്. അതെ, അപ്പോഴാണ് നമുക്ക് ദൈവത്തോട് നേരിട്ടുള്ള പ്രാർത്ഥനയും ദൈവത്തോട് നേരിട്ടുള്ള ഒരു ആക്സസും ലഭിക്കുന്നത്. അതെ, ആ പാപം എന്നുള്ള ഒരു മതില് ബ്രേക്ക് ചെയ്ത് കളയുന്നുണ്ട്. കാരണം നമ്മൾ എത്ര പാപം ചെയ്യണം നമ്മൾ ദൈവവുമായിട്ട് ആ ഒരു സെപ്പറേഷൻ വരെ? ഒരു പാപം മതി. അതെ, സിമ്പിൾ ആയിട്ട് ഒരു പാപം മതി. അതെ, ഒരു കുഞ്ഞിന്റെ കാര്യമല്ല പറയുന്നത്. പക്ഷെ ഒരാള് വളർന്നു വലുതായി ഒരു മെച്യൂരിറ്റി, ശരി, അതായത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ബോധം ലഭിച്ചതിന് ശേഷം തിന്മയെ തിരഞ്ഞെടുക്കുന്നതാണ് അവനെ പാപിയാക്കി മാറ്റുന്നത്. ആ ഒരു പാപം മതി അവനെ ദൈവത്തിൽ നിന്ന് എന്നേക്കും വേർപിടിക്കും. പക്ഷെ ഈ ലോകത്തിൽ വെച്ച് അത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് സ്നാനത്തിലൂടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും സ്നാനമാണ് ആ ഒരു വ്യക്തിയെ പുതിയ സൃഷ്ടിയാക്കുന്ന, ഒരു വ്യക്തിയെ പാപങ്ങളെ കഴുകി അവനെ പുതിയൊരു മനുഷ്യനാക്കുന്ന അവസാനത്തെ ആ ഒരു പടി. അതെ, ആ സ്നാനത്തിലൂടെയാണ് ദൈവവും ക്രിസ്തുവുമായിട്ട് മരിക്കുന്നതും നമ്മൾ അടക്കപ്പെടുന്നതും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു സൃഷ്ടിയായി, നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. കറകളൊന്നുമില്ലാതെ, കറകളെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകി അവിടെ തീർക്കണയാണ്. നിങ്ങൾക്ക് റോമർ 6:1-11 വരെ ആ കാര്യം കാണാം. കാരണം യേശുക്രിസ്തുവിനോടുകൂടി മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരേ ഒരു കാര്യം സ്നാനത്തിലാണ്. അല്ലാതെ പ്രാർത്ഥിക്കുന്നതിലൂടെ അത് ഒരിക്കലും ഒരു സിമ്പിൾ ആകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ വളരെ പരിശോധിച്ച് നോക്കാം. റോമർ 6:1-11 വരെയാണ് അവിടെ പറയുന്നത്. പഴയ മനുഷ്യനെ അടക്കം ചെയ്യുന്നില്ലെങ്കിൽ പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പൊ പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുന്നേൽക്കാത്ത ഒരു വ്യക്തി എങ്ങനെ രക്ഷ പ്രാപിക്കും? ഒരിക്കലും സാധ്യമല്ല. പിന്നെ പല ആൾക്കാരും പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ എഫേസ്യർ 2:5 മുതലൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ട് അവർ പറയും, ഇതുണ്ടോ, എഫേസ്യർ 2:8 മലയാളത്തില്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പൊ ദൈവത്തിന്റെ ദാനമാണ്. ശരിയാണ്, ഇതൊക്കെ ഞങ്ങളും അംഗീകരിക്കുന്നു, ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറയുമ്പോൾ പല ആൾക്കാരും, അനവധി ആൾക്കാരും പറയുന്നത് സ്നാനം ഒരു പ്രവൃത്തിയല്ലേ. ഇവിടെ പറയുന്നത് പ്രവൃത്തികളും കാരണമല്ല, അതായത് നിങ്ങൾ രക്ഷപ്പെടുന്നത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ബൈബിളിൽ എവിടെയാണ് സ്നാനത്തെ ഒരു പ്രവൃത്തിയായിട്ട് കാണിക്കുന്നത്?
വിശ്വാസമാണത് ശരിക്കും പറഞ്ഞത്. യെസ്. അതായത് ദൈവം പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുവാനായിട്ട് സ്നാനമേൽക്കുക. എന്താണ് അപ്പോസ്തല പ്രവൃത്തി 2:38, അപ്പോസ്തല പ്രവൃത്തി 22:16 അപ്പോസ്തലനായ പൗലോസ് ആകുന്നതിന് മുൻപ് ശൗലിനോട്, അതായത് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ശൗല്, തർസോസുകാരനായ ശൗല്, അദ്ദേഹത്തോട് നേരിട്ട് പറയുന്നതാണ് അനന്യാസ് എന്നുള്ള ശിഷ്യൻ, ഇനി നീ താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. അല്ലാതെ എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറയാനല്ല പറയുന്നത്, സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. കാരണം നമുക്ക് കാണുവാൻ സാധിക്കും ശൗല്, അതായത് ശൗൽ എന്നൊരു വ്യക്തി ഏറ്റവും പാപിയായിട്ടുള്ള മനുഷ്യനാണ്. കാരണം ക്രിസ്ത്യാനികൾ അത്രയും ഉപദ്രവിച്ചൊരു ആളെ നമുക്ക് ആ ബൈബിളിലുടനീളം കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് ആ പാപങ്ങളെല്ലാം ദൈവം യേശു ക്രിസ്തു മുഖാന്തരം കഴുകിക്കളഞ്ഞ് പിന്നീട് പൗലോസ് എന്നൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒട്ടനവധി പുസ്തകങ്ങളാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്. അതെ, പരിശുദ്ധാത്മാവിനാൽ. അതായത് ബൈബിളിലെ ഓരോ വാക്യങ്ങളും എല്ലാ വചനങ്ങളും ദൈവം ശ്വസിച്ച വചനങ്ങളാണെന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോ സ്നാനം എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പ്രവൃത്തിയാണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ വചനപ്രകാരമല്ല. കാരണം ഇവിടെ പറയുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനം 3 നിങ്ങൾക്ക് കാണാൻ പറ്റും, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. അതായത് ഗലാത്യർ 3:11 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെയും കാണാൻ പറ്റും, ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ഗലാത്യർ 3-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക, തുടർന്ന് വായിച്ചു നോക്കുക. ഇതുണ്ട്, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം ആണോ സ്നാനം? ഒരിക്കലല്ല. ന്യായപ്രമാണം എന്നുള്ള ഒരു കാര്യം തന്നെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് വരെ നിലനിന്നൊരു കാര്യമാണ്. അതെ, അത് ന്യായപ്രമാണത്തിലുള്ളൊരു കാര്യമായിരുന്നില്ല സ്നാനം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലൊന്നും കാണുന്നില്ല അവര് വെള്ളത്തിൽ ഓരോരുത്തരെ മുക്കി യഹൂദന്മാരാക്കുന്നത്. അതൊന്നും പഴയ നിയമത്തിൽ പോലും ഇല്ല. അപ്പൊ പിന്നെ അത് മാത്രമല്ല, പലരും അതായത് പാപങ്ങളെ ക്ഷമിച്ചു കിട്ടാൻ വേണ്ടി മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ, അല്ല, സൽപ്രവർത്തികൾ ചെയ്താൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കും, അല്ലെങ്കിൽ ഞാൻ നല്ല പ്രവർത്തികൾ കാണിച്ചു കഴിഞ്ഞാൽ എന്നോട് ദൈവം ക്ഷമിക്കും, കാരണം ഞാൻ എത്ര പ്രവർത്തികളൊക്കെ ചെയ്തല്ലേ, എനിക്ക് ദൈവം എന്തുകൊണ്ട് എന്നോട് ക്ഷമിച്ചുകൂടാ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതെ, പക്ഷെ അതിലൊന്നും ഒരിക്കലും നമുക്ക് അതിലൂടെ രക്ഷ പ്രാപിക്കുന്നില്ല. പാപങ്ങളും കഴുകിക്കളയുന്നു. ആ പാപങ്ങളൊന്നും ആ ചെയ്ത പാപം ഈ ഒരു സൽപ്രവൃത്തി കൊണ്ട് മാറിപ്പോകുന്നില്ല, ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പിൽ ന്യായസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം ഓരോന്നിനും കണക്ക് ചോദിക്കും. അതെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സ്നാനം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി. എന്ത് പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞത്? സ്നാനത്തിൽ എന്താണ് ഇത്ര വലിയ പ്രവൃത്തി? നമ്മൾ ചെയ്യുന്ന വലിയ ആനക്കാര്യം, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഞാൻ വലിയൊരു സംഭവം ചെയ്തു, സ്നാനം. അങ്ങനെയാണോ ദൈവം പറയുന്നത്? ഇല്ല, വളരെ ചെറിയൊരു കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ ഒരു അനുസരണം, വിശ്വാസത്തോടു കൂടിയുള്ള അനുസരണം, അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതുപോലും വിശ്വസിക്കാൻ കഴിയില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തിന്റെ വചനം അനുസരിച്ചു എന്ന് പറയാൻ പറ്റും? അപ്പൊ അത് സ്നാനം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയല്ല. അപ്പൊ എഫേസ്യർ 2:5 മുതൽ 9 വരെയൊക്കെ 10 വരെയൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ അത് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. കാരണം സ്നാനം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവൃത്തിയല്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ ആരും രക്ഷപ്പെടുന്നുമില്ല, അത് ഞങ്ങളും വിശ്വസിക്കുന്നു. ഓക്കെ, ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ്. കാരണം ആ ന്യായപ്രമാണം യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം തുടച്ചു നീക്കപ്പെട്ടു. അതുകൊണ്ടാണ് ക്രൂശിലെ കള്ളനൊന്നും സ്നാനമേൽക്കേണ്ടിയിരുന്നില്ല. കാരണം ന്യായപ്രമാണത്തിന് കീഴാണ്. അതായത് പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ തന്നെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പഴയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിന് അതായത് പാപങ്ങളെ മോചിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതെ, പഴയ ഉടമ്പടിയിൽ യേശു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് പാപങ്ങളെ മോചിച്ച് കൊടുക്കുവാൻ, കാരണം ആ നിയമം ഉണ്ടാക്കിയവന് ജീവനോടിരുന്നപ്പോൾ അത് എന്ത് വേണമെങ്കിലും കൊടുക്കുവാനായിട്ട്, ഏത് പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാനായിട്ടും യേശുക്രിസ്തുവിന് കഴിയുമായിരുന്നു എന്ന് മർക്കോസ് 2:10 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണശേഷം പിന്നെ ആർക്കെങ്കിലും യേശുക്രിസ്തുവായിട്ട് നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ ആരോടെങ്കിലും പോയിട്ട് നിന്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു? ഇല്ല. നമുക്ക് കാണാൻ പുതിയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും സ്നാനമേറ്റവരാണ്. എല്ലാവർക്കും സ്നാനമേൽക്കേണ്ടി വന്നു. അപ്പോസ്തല പ്രവൃത്തി 2:38 കാണാം. അതായത് അവിടെ കൂടിയിരുന്ന യഹൂദന്മാരാണ് ചോദിക്കുന്നത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ അവര് പത്രോസ് പറഞ്ഞു കൊടുക്കണേണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താന്താന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്നാനമേൽപ്പിൻ, പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പിൻ. നിങ്ങൾക്ക് വായിച്ചു നോക്കാം,
എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ലഭിക്കും. അത് വേറൊരു ടോപ്പിക് തന്നെയാണ്, പരിശുദ്ധാത്മാവ് ആർക്കുള്ളതാണെന്ന്. ആരുടെ ഉള്ളിൽ വസിക്കുവാനായിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? പാപിയുടെ ഉള്ളിൽ വസിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന് കഴിയില്ല, ദൈവത്തിന് കഴിയില്ല. കാരണം ക്രിസ്തു തന്നെയാണ് പരിശുദ്ധാത്മാവ്, ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയി പരിശോധിക്കാം, ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ. ഓക്കെ, അപ്പോൾ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, അതുപോലെ സ്നാനമേൽക്കുന്നത് പാപങ്ങളുടെ മോചനത്തിനാണെന്ന് ആ 3000 പേർക്ക്, അതായത് അപ്പോസ്തലപ്രവൃത്തി 2 ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടപ്പോൾ ആ പെന്തക്കോസ്ത് നാളിൽ 3000 പേരും സ്നാനമേറ്റു. അവരാരെങ്കിലും ചോദിച്ചോ, ഞാൻ ഇത്രയും പ്രവൃത്തികളൊക്കെ ചെയ്താണല്ലോ, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാൽ പോരെ, ഞാൻ രക്ഷപ്പെടില്ല എന്ന് അവർ പറഞ്ഞോ? ഇല്ല. പിന്നെ നമുക്ക് കാണാം, പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ വേറെ അനവധി ആൾക്കാർ സ്നാനമേൽക്കുന്നുണ്ട്. ശമരിയയിലുള്ള അപ്പോസ്തലപ്രവൃത്തി 8 ശമരിയക്കാർ സ്നാനമേൽക്കുന്നുണ്ട്. അതെ, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരിലും ദൈവം ആ രക്ഷ നൽകുകയാണ്. കാരണം ജാതികളിലും യഹൂദന്മാരിൽ നിന്നെല്ലാം പിന്നെയും മുമ്പോട്ട് പോയിട്ട് ജാതികളിലേക്കും ആ രക്ഷ ദൈവം നൽകും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 15 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, 13 തുടങ്ങി 15 വരെയുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാം, പലരും പഠിപ്പിക്കുന്ന വേറൊരു കാര്യമാണ്. അതായത് അപ്പോസ്തലപ്രവൃത്തിയിലല്ല, ഇന്ന് ലോകത്തിൽ പലരും പഠിപ്പിക്കുന്നു, അതായത് യഹൂദന്മാർക്കുള്ള ഒരു സുവിശേഷമായിരുന്നു സ്നാനം എന്നുള്ളത്. ജാതികളിലേക്ക് വന്നപ്പോൾ കൃപ, അതായത് ദൈവത്തോട് അപേക്ഷിച്ചാൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് തരും, അങ്ങനെയുള്ള ഒരു കൃപയുടെ സുവിശേഷം എന്നൊക്കെ പറയും. പക്ഷെ അപ്പോസ്തലപ്രവൃത്തി 13, 14, 15 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, യഹൂദന്മാരോടും ജാതികളോടും എല്ലാം ഒരേ സുവിശേഷം തന്നെയാണ്, ഒരു സുവിശേഷം തന്നെയാണ് പ്രസംഗിച്ചത്, അല്ലാതെ രണ്ടല്ല. ഒരു സുവിശേഷം, ഒരു വിശ്വാസം, സ്നാനം ഒന്ന്. അങ്ങനെയാണ് എഫേസ്യർ 4 അധ്യായത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒരുവൻ. എന്താണ് അവിടെ നിങ്ങൾ വായിച്ചു നോക്കുക, പ്രത്യാശ ഒന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വിവരണമൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് 1 പത്രോസ് 3:21 വാക്യം ഒന്ന് വായിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. ഇവിടെ ഇത് കണ്ടിട്ട് ഇനി സ്നാനം വേണ്ട എന്ന് പറയില്ല ആരും. കാരണം അവിടെ വളരെ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 3:21, അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അതായത് സ്നാനം നമ്മയും രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മെ രക്ഷിക്കുന്നു. ഇപ്പോ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കാണാം, കുറച്ചും കൂടി വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ബാപ്റ്റിസം നൗ സേവ്സ് അസ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് രക്ഷിക്കുന്നു എന്നൊന്നുമല്ല, ഇപ്പോൾ സ്നാനം നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കുന്നു. ബാപ്റ്റിസം നൗ സേവ്സ് അസ് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ കാണാത്ത എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവ സ്നാനത്തിന് ഒരു പ്രാധാന്യമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാത്താൻ, പിശാചി പല ആൾക്കാരുടെയും മനസ്സ് കുരുടാക്കി കളയുന്നത്. ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതിരിക്കാൻ പിശാചാണ്. കാരണം ബാക്കിയെല്ലാം ആര് യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, യേശുക്രിസ്തുവിന് വേണ്ടി സകല ജീവൻ വരെ ത്യജിച്ചു കളയാനായിട്ട്, അതായത് ജീവൻ വരെ നൽകാനായിട്ട് തയ്യാറായിട്ടുള്ളവരൊക്കെ ആയിരിക്കും. പല നല്ല പുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ പള്ളികളിൽ ഞാൻ പെരുന്നാളിന് പൈസ മുടക്കുന്നു, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അവര് ഈ ഒരു കാര്യത്തിൽ തെറ്റിക്കാനായിട്ട് പിശാചിന് കഴിഞ്ഞാൽ കാരണം അവരുടെ ആ ഒരു ശരിയായ സത്യത്തിലേക്കുള്ള അവരുടെ ആ വെളിച്ചം സാത്താൻ അവിടെ അടച്ചു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തി 19:1 മുതൽ 5 വരെ വായിക്കാം. അവിടെ കൂടിയിരുന്ന ആ ഒരു ശിഷ്യന്മാർ, അതായത് യോഹന്നാന്റെ സ്നാനമേറ്റിരുന്ന ശിഷ്യന്മാരായിരുന്നു. യോഹന്നാൻ സ്നാപക യോഹന്നാന്റെ ആ ഒരു സുവിശേഷം, സ്നാപക യോഹന്നാന്റെ ആ ഒരു സന്ദേശപ്രകാരം യേശുക്രിസ്തു മരിക്കുന്നതിന് മുൻപായിരുന്നു. അതായത് ലോകത്തിലുള്ള സകല വ്യക്തികളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതാരാണ്? യോഹന്നാൻ സ്നാപകനാണോ? അല്ല, യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മരിക്കുന്നതിന് മുൻപുള്ള ആ ഒരു സ്നാനത്തെ കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ. അതായത് യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്. ആ വഴിയൊരുക്കുന്ന സമയത്ത് യോഹന്നാൻ പ്രസംഗിച്ചിരുന്നത് മാനസാന്തര സ്നാനമായിരുന്നു. പാപമോചനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്നാനത്തിൽ. കാരണം യോഹന്നാൻ സ്നാപകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുമ്പേ ഒരുത്തൻ വരുന്നു, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ലൂക്കോസ് 3:3 വായിക്കുമ്പോൾ പാപമോചനത്തിനായിട്ടുള്ള മാനസാന്തര സ്നാനം മാത്രമാണ് യോഹന്നാൻ സ്നാപകൻ ചെയ്തത്. പക്ഷേ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്ന സ്നാനം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിക്കാന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ട് പോയ സ്നാനം, ആ സ്നാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പാപമോചനം മാത്രമല്ല, ആ പാപമോചനം ലഭിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ
പരിശുദ്ധാത്മാവ് കൂടി വസിക്കാൻ കൂടിയാണ് പുതിയ ഉടമ്പടിയിലെ സ്നാനം, അല്ലാതെ യോഹന്നാന്റെ സ്നാനമല്ല. യോഹന്നാന്റെ സ്നാനം ഏറ്റിരുന്ന ആ ഒരു ശിഷ്യന്മാരാണ് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെ എഴുതിയിരിക്കുന്നത്. ആ ശിഷ്യന്മാരോട് പൗലോസ് അപ്പോസ്തലൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ പിന്നെ എന്ത് സ്നാനമാണ് എടുത്തത്? ഏത് സ്നാനമാണ്? കാരണം യോഹന്നാന്റെ സ്നാനമാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന ശിഷ്യന്മാര് പൗലോസ് അവരോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും സ്നാനമേൽക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർ വീണ്ടും സ്നാനമേൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പരിശുദ്ധാത്മാവെന്നുള്ള ദാനം ലഭിക്കുക. കാരണം ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. റോമർ 8:9 വായിക്കാൻ പറ്റും. ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിക്കുന്നത് ശരിയായ രീതിയിൽ സ്നാനമേൽക്കുമ്പോഴാണ്, ശരിയായ മനോഭാവത്തോടുകൂടി. അല്ലാതെ എൻ്റെ കുടുംബം മുഴുവൻ സ്നാനമേറ്റു, അപ്പൊ ഞാനും സ്നാനമേൽക്കേണ്ടതാണ്, ഈ ഒരു സഭയിൽ ഞാനാണ്, അതുകൊണ്ട് ഞാൻ അവിടെ ആയിരിക്കുന്നതുകൊണ്ട് സ്നാനം, അതൊക്കെയാണോ ശരിയായ മനോഭാവം? ഒരിക്കലല്ല. കാരണം നമ്മളെ ഒരിക്കലും ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. അതും പൂർണ്ണ ബോധ്യത്തോടെ ഉത്തമമായ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിരിക്കണം ആ സ്നാനമേൽക്കുന്നത്. അതിൻ്റെതായ സ്നാനത്തിൻ്റെതായ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ മുമ്പും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, പ്ലീസ് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇപ്പൊ 1 പത്രോസ് 4:17 വാക്യം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. 1 പത്രോസ് 4:17 ഇവിടെ കാണാൻ പറ്റും. ഇതുണ്ടോ? ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, അതായത് സഭയിൽ തന്നെ തുടങ്ങിയാൽ, ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? ദൈവത്തിന്റെ സുവിശേഷം വിശ്വസിക്കാത്തവരുടെ അവസാനം എന്താകും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കാരണം അനുസരിക്കേണ്ട ഒരു കാര്യമാണ് സുവിശേഷം എന്നാൽ എന്താണെന്ന് 1 കൊരിന്ത്യർ 15:1 മുതൽ 5 വരെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതായത് പഴയ നിയമത്തിലെ എല്ലാ പ്രവചനങ്ങളിൻ പ്രകാരമാണ് അവൻ മരിച്ചത്. അവൻ മരിച്ചതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷ വാർത്ത, സുവിശേഷമൊന്നുമല്ല. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. അനവധി ആളുകൾക്ക് പ്രത്യക്ഷനായി അവൻ സ്വർഗാരോഹണം ചെയ്തു. ഇതേപോലെ തന്നെ സ്നാനത്തിലും നമ്മൾ സുവിശേഷം അനുസരിക്കുകയാണ്. അവന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും നമ്മൾ പങ്കുകാരാകുമ്പോൾ നമ്മൾ സുവിശേഷം അനുസരിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിക്കാത്തവരുടെ അവസാനം എന്താകും എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 2 തെസ്സലോനിക്കർ 1:6 മുതൽ 8 വരെ നിങ്ങൾ വായിച്ചു നോക്കാം. ദൈവത്തെ അറിയാത്തവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും ദൈവം പ്രതികാരം കൊടുക്കുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ 3 മുതൽ 5 വരെ നിക്കോദീമോസിന്റെ കാര്യം, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ സാധിക്കും. വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ എന്താന്ന് നിക്കോദീമോസിന് മനസ്സിലായില്ല. അപ്പൊ അവൻ ചോദിച്ചു, എന്താണ് മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കിടന്ന് ജനിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ യേശു ഒന്നും കൂടി പറഞ്ഞു കൊടുക്കണേണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ഒരാൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. വെള്ളത്താലും ആത്മാവിൽ നിന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വെള്ളമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതായത് സ്നാനത്തിൽ ഒരാൾക്ക് പാപമോചനം മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവിനെയും കൂടി അവൻ വസിക്കുവാനായിട്ട് നൽകുന്നു. കാരണം ക്രിസ്തു അത്ര ഇനി വസിക്കുന്നത് ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. പിന്നെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ സ്നാനത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് വചനത്തിലുണ്ട്. തീത്തോസ് 2-ാം അധ്യായം, പിന്നെ എഫേസ്യറിലും ഫിലിപ്പിയറിലും കൊലോസ്യർ 2:12, ഗലാത്യർ 3:27 സ്നാനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നു. ഒരുപാട് വാക്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ ഒരാൾക്ക് വിശ്വസിക്കാൻ വേണ്ടി ഒരു വാക്യമായാൽ പോലും അവർ വിശ്വസിക്കും. അപ്പോസ്തലപ്രവൃത്തി 2:38 വായിച്ചാലും അവർ വിശ്വസിക്കും. പക്ഷെ വിശ്വസിക്കാൻ ആഗ്രഹമില്ലാത്തവരും അനുസരിക്കാൻ ആഗ്രഹമില്ലാത്തവരും എന്ത് ചെയ്യും? അവര് തള്ളിക്കളഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ മുമ്പിൽ സ്വർഗവും നരകവും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ എപ്രകാരം ചൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. ആർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ പറയാൻ പറ്റില്ല, ദൈവം ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാരണം വളരെ ഏറ്റവും വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ദൈവം ഈ കാര്യങ്ങളെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആർക്കും പറയാൻ പറ്റില്ല ഞങ്ങൾ ഇത് അറിഞ്ഞില്ല. പിന്നെ അതുമാത്രമല്ല, പല ആൾക്കാർക്കും വേറൊരു മൈൻഡ് സെറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എൻ്റെ ഭർത്താവ് ഇതനുസരിച്ചില്ല എന്നിട്ട് മരിച്ചുപോയി, അപ്പൊ ഞാനും ഇത് സ്വീകരിച്ചു കഴിഞ്ഞാല് ഭർത്താവ് നരകത്തിൽ പോയി എന്ന് പറയേണ്ടി വരൂലേ? കാരണം നമുക്ക് മരണശേഷവും ഒരു ജീവിതം ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. അതെ. പിന്നെ എല്ലാവരും അതായത് നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മക്കളോ
അവര് ശരിയായത് തിരഞ്ഞെടുക്കാതെ മരിച്ചുപോയി, എന്നേക്കും ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ്, എന്നേക്കുമുള്ള നിത്യനാശത്തിലേക്ക് പോയി എന്നും പറഞ്ഞ് നമ്മളും അവരുടെ പുറകെ പോകണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ ചെയ്യരുത്. കാരണം അത് ശരിക്കും സ്നേഹമല്ല. കാരണം നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ മക്കളും അപ്പനും അമ്മയൊന്നും അല്ല, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്. പിന്നെ ചില ആളുകളെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ചിലർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനൊന്ന് ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും അതെ ചെയ്യുക, അല്ലെങ്കിൽ യേശു പറഞ്ഞ പോലെ അല്ലെങ്കിൽ വചനത്തിൽ പറഞ്ഞ പോലെ ഞാൻ അനുസരിക്കാം, ഇപ്പം എനിക്ക് എൻ്റെ കുടുംബം നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും നമുക്ക് അങ്ങനെ മാറി നിൽക്കുവാൻ സാധിക്കില്ല. കാരണം നമ്മൾ യഥാർത്ഥമായ സത്യം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ആ സമയം. നമുക്ക് പിറ്റത്തേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കില്ല. അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു വാക്യം ഓർമ്മ വന്ന്, അതായത് 2 കൊരിന്ത്യർ 6:2 വാക്യത്തിൽ കാണാം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. അവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം. അതായത് നൗ ഈസ് ദി അക്സെപ്റ്റബിൾ ടൈം എന്നാണ്. ദൈവം സ്വീകരിക്കുന്ന സമയം നാളെ അല്ല, ഇപ്പോൾ എന്നാണ് പറയുന്നത്. നൗ, ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. കാരണം നമ്മൾ ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ നാളത്തേക്ക് അല്ലെങ്കിൽ പിന്നീട് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച ആവട്ടെ ഇന്ന് നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വെറും എന്താ പറയുക, ക്ഷണികമായ ദിവസങ്ങൾ മാത്രം, ക്ഷണികമായ സമയങ്ങളിൽ മാത്രം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വാക്യത്തിൽ പറഞ്ഞതാണ്, ഇപ്പോഴാണ് ആ രക്ഷാ ദിവസം. അതെ, ഇപ്പോഴാണ് രക്ഷാ ദിവസം എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, ദൈവത്തിന്റെ വചനത്തിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 പത്രോസ് 1:22 കൂടി നമുക്കൊന്ന് വായിക്കാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്യങ്ങളിൽ ഒന്നാണിത്. 1 പത്രോസ് 1:22. എന്നാൽ സത്യം അനുസരിക്കയാൽ, കണ്ടോ, സത്യം വിശ്വസിക്കാൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുക കൊണ്ട്. കണ്ടോ, നിർമ്മലീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതാക്കുക, അതായത് പ്യൂരിഫൈ. ഒരു വെള്ളം നമ്മൾ ഫിൽറ്ററിലേക്ക് ഒഴിക്കണതിന് വേണ്ടിയിട്ടാണ്, പ്യൂരിഫൈ ചെയ്യാൻ. ആ പ്യൂരിഫിക്കേഷനാണ് സത്യം അനുസരിക്കുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് നടക്കുന്നത്. അവൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സ്നാനത്തിൽ കഴുകപ്പെടുന്നു. നമുക്ക് മുമ്പ് വായിച്ച വാക്യത്തിൽ തന്നെയാണ് ശുദ്ധ മനസാക്ഷി. അതെ, അത് എബ്രായർ 10:22 നമുക്ക് കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ആ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുമ്പോൾ, സ്നാനത്തിൽ നമ്മുടെ ശരീരങ്ങളെ കഴുകപ്പെടുന്നതിലൂടെ തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താലും നമ്മൾ തളിക്കപ്പെടുകയാണ്. വചനം പറയുന്നതാണ്, ഇത് നമ്മൾ ഭൗതിക കണ്ണാൽ കാണുന്ന ഒരു കാര്യമല്ല. അവിടെ നമുക്ക് സംഭവിക്കുന്നത് അതായത് പാപം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ആ ഒരു എന്താണ്, ശുദ്ധ മനസാക്ഷി. അത് പിന്നെ ഒരു കുറ്റബോധമുള്ള ഒരു മനസാക്ഷി, ഒരു അൺക്ലീൻ കോൺഷ്യൻസ് ആവും. അത് നമുക്ക് മാറ്റി ദൈവം പിന്നെയും അത് പ്യൂറാക്കി തരുന്നതാണ്, അതായത് ശുദ്ധ മനസാക്ഷിയാക്കി തരുന്നതാണ് സ്നാനത്തിൽ നടക്കുന്നത്. എബ്രായർ 10:22. കാരണം നമുക്ക് വെള്ളത്തിൽ സ്നാനം ഏൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും വെള്ളത്തിൽ എവിടെ രക്തം എവിടെ എങ്ങനെ ചിന്തി, അങ്ങനെ അതെല്ലാം വിശ്വാസത്താലാണ് അതെല്ലാം. അതെ, മനുഷ്യനുണ്ടാക്കിയ ഏതെങ്കിലും ഒരു വിശ്വാസമല്ല, ദൈവം തന്നെ നമ്മൾക്ക് നൽകിയിട്ടുള്ള സത്യമായ കാര്യത്തിലൂടെ നമുക്ക് ഈ ഒരു രക്ഷ നേടാൻ പറ്റും. ഈ ഒരു പാപമോചനം നമുക്ക് നേടാൻ പറ്റും വചനപ്രകാരം ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വഴികൾ ഫോളോ ചെയ്യാം. പക്ഷെ അവസാനം എത്താൻ പോകുന്നത് ദൈവത്തിങ്കിലേക്കായിരിക്കില്ല. ഷോർട്ട് കട്ടൊന്നുമില്ല, എല്ലാം സ്ട്രെയിറ്റ് വേ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ മുൻപിൽ. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആരും പുതിയ നിയമത്തിൽ ആരും ചോദിച്ചില്ല ഞാൻ എന്തിനാണ് സ്നാനപ്പെടുന്നത്. എത്യോപ്യക്കാരനായ ഷണ്ഡൻ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ചോദിച്ചില്ല ഞാൻ എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്ന് ചോദിച്ചില്ല. ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്നാണ് അവൻ ചോദിച്ചത് അപ്പോസ്തലപ്രവൃത്തി 8-ൽ. കാരണം അപ്പൊ ഫിലിപ്പോസ് പറഞ്ഞു നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവം സ്നാനത്തിൽ എന്ത് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്നാനമേൽക്കാതിരിക്കണേണ് നല്ലത്. വെറുതെ എന്തെങ്കിലും ആചാരമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബം ചെയ്തു അല്ലെങ്കിൽ സഭയിലുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കല്യാണം നടക്കണം ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരാൾ മുങ്ങിപ്പൊങ്ങിയാൽ ഒന്നും സംഭവിക്കില്ല. പിന്നെ പുറമെ ആൾക്കാരെ കാണിക്കണം, ഞാൻ ഇത്രയും പാപങ്ങളൊക്കെ ചെയ്തു, ഒന്ന് സ്നാനമേറ്റ് കഴിഞ്ഞാൽ ആളുകൾ എന്നെ പറ്റിയുള്ള ആ ഒരു ചിന്ത ഒന്ന് മാറിക്കിട്ടും. ഇതൊക്കെ വെറും വേസ്റ്റാണ് അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ശരിയായ മനോഭാവത്തോടു കൂടി തന്നെ ദൈവത്തിന്റെ വചനം അനുസരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. അവസാനമായിട്ട് രണ്ട് രാജാക്കന്മാർ 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ പഴയ നിയമത്തിൽ പോലും ദൈവത്തിന്റെ വചനം അനുസരിച്ചപ്പോഴാണ് ഭൗതികമായ ഒരു മോശമായ ഒരു സംഭവം മാറിക്കിട്ടിയത്.
പടത്തലവൻ, അതായത് ഒരു നയമാൻ എന്ന് പറഞ്ഞ ഒരു കുഷ്ഠരോഗി. അവനോട് ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, എലീശാ പ്രവാചകൻ പറഞ്ഞു, നീ യോർദാൻ നദി പോയി 7 പ്രാവശ്യം മുങ്ങുക. പക്ഷെ അവനാദ്യം എന്തായിരുന്നു, മനസ്സില്ലായിരുന്നു. അവൻ തിരിച്ചു പോകണായിരുന്നു. ഇത്രയും ദൂരം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. അല്ല, അത് മാത്രമല്ല, ഇത്രയും ദൂരം ഞാൻ വന്നിട്ട് പ്രവാചകൻ എന്റെ അടുത്തേക്ക് പോലും വന്നില്ല. ഞാൻ വിചാരിച്ച അദ്ദേഹം പുറത്തിറങ്ങി വന്ന് കയ്യൊക്കെ വീശി പെട്ടെന്ന് എന്നാ മാറ്റി തരുമെന്നാണ്, മായാജാലം കാണിച്ച്. പക്ഷെ എന്താണ് പറഞ്ഞത്? ദൂതനെ പറഞ്ഞിട്ട് 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. നയമാൻ ഭയങ്കര ദേഷ്യപ്പെട്ടു പോയി. പക്ഷെ പോണ വഴിക്ക് അവന്റെ ദാസന്മാര് വെച്ചു, യജമാനനെ ഇത്രയും ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗത്തിന് മരുന്നൊന്നുമില്ല. ആ ഒരു സമയത്ത് നിനക്ക് ഇത്രയും വലിയൊരു അസുഖം മാറാൻ, ഇത്രയും വലിയൊരു കാര്യം മാറാൻ ഇത്രയും ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെന്താണ്? നയമാന്റെ കണ്ണപ്പ തുറന്നു, അവൻ പോയി പറഞ്ഞതുപോലെ ചെയ്തു. 5 പ്രാവശ്യമല്ല മുങ്ങിയത്, 7 പ്രാവശ്യം. 5 പ്രാവശ്യം മുങ്ങിയപ്പോഴും ഒന്നും മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം അതുപോലെ തന്നെ അനുസരിച്ചപ്പോഴാണ് അവന്റെ ആ ഒരു കുഷ്ഠരോഗം മാറി. 7 പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ, അതിന്റെ പ്രവൃത്തിയിൽ 7 പ്രാവശ്യം മുങ്ങി. അതെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഇതെല്ലാം പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു നിഴലായിട്ടാണ്. കാരണം നമുക്ക് പാപമാണോ വലുത്, അല്ലെങ്കിൽ പാപമാണോ ശരിക്കുള്ള ആ ഒരു നമ്മൾ കാണുന്നില്ല. പക്ഷെ ഏറ്റവും അധികം നമ്മളുടെ അകത്തെ മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്യാൻസർ അല്ലെങ്കിൽ കുഷ്ഠരോഗം പോലെ തന്നെയാണ് പാപം. അത് നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് മാറാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു വഴി നമ്മൾ ഫോളോ ചെയ്യാതെ, ഞാൻ യോർദാൻ നദി എന്തിനാണ്, എൻ്റെ നാട്ടിൽ കുറച്ചും കൂടി നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ശുദ്ധിയുള്ള നദികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നയമാൻ പോയി. അങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തം വഴിയിലൂടെ രക്ഷ നേടാൻ സാധിക്കില്ല. അപ്പൊ ഇതാണ് വചനം പറയുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സഹായപ്രദമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ മറ്റു വീഡിയോകളും നിങ്ങൾക്ക് പരിശോധിക്കാം. പിന്നെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും മനസ്സിലാകാത്തതോ വെറുതെ ചോദിക്കാനല്ല, നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ ചോദിക്കണയാണോ അല്ലോ എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പർ താഴെ ഇട്ടേക്കാം. അതുപോലെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് പോയി അതൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇത് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കായി എല്ലാം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.